ഹലോ, വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കേറ്ററ്റ് സെറ്റ് എക്സാമിനേഷൻസുകളുടെ ഭാഗമായിട്ടുള്ള സൈക്കോളജിയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ചില ടോപ്പിക്സുകളാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കേറ്ററ്റ് സെറ്റ് എക്സാമിനേഷൻ്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് നമ്മുടെ സിലബസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ കേറ്ററ്റ് എക്സാമിനേഷനും ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. ഇനി വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, എണ്ണിത്തീരാൻ കഴിയുന്ന ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ നൽകി പോരുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്ക് വൈസ്, അതായത് വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന വളരെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എടുത്തു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്, അപ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് കേറ്ററ്റ് എക്സാമിനേഷൻ ഇങ്ങ് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ വളരെ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി മുൻകാലഘട്ടങ്ങൾ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കമുള്ള വളരെ പ്രാധാന്യപ്പെട്ട ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പോകുന്നത് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർഗാത്മകതയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രസക്തമായിട്ടുള്ള ചില ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പഠിച്ചിരുന്നത് ഇത്രയുമാണ്: കുട്ടികളിൽ ഈ സർഗപരത എങ്ങനെ വികസിതമാക്കിയെടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് എങ്ങനെ കുട്ടികളിൽ വളർത്തിയെടുക്കാം, ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാം എന്ന രീതികളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയൊക്കെ വളർത്താം എന്നായിരുന്നു മെയിൻലി പറഞ്ഞിരുന്നത്. ആത്മാവിഷ്കാരത്തിന് പ്രാധാന്യം, അവസരം നൽകുക. എന്താണ്? ആത്മാവിഷ്കാരത്തിന് പരമാവധി അവസരങ്ങൾ നൽകുക. പിന്നെ മൗലികതയും അയവുള്ള സമീപനത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കുട്ടികളിൽ. അതായത് മൗലികത എന്ന് പറയുമ്പോൾ വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതും പകർത്തി എഴുതുന്നതും ഒക്കെ തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പരമാവധി മൗലികതയും അയവുള്ള സമീപനങ്ങളുമാണ് അധ്യാപകർ കുട്ടികളിൽ സ്വീകരിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്കൊരു പുതിയതായിട്ട് അടുത്ത ഒരു മെയിൻ പോയിന്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളിൽ എങ്ങനെ സർഗാത്മക ശേഷി, ക്രിയേറ്റിവിറ്റി നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പല കുട്ടികളും അനാവശ്യമായ ഭീതികളും തെറ്റിദ്ധാരണകളും പുലർത്തുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനും പ്രവർത്തിക്കുവാനും അവർക്ക് എപ്പോഴും ഭയപ്പാടായിരിക്കും. ഇത് മൗലികതയെയും സർഗാത്മകത ശേഷികളെയും സർഗാത്മകത പ്രവൃത്തികളെയും അല്ലെങ്കിൽ സർഗാത്മക വൃത്തികളെയും എന്ത് ചെയ്യാം? തടസ്സപ്പെടുത്താം. അതുകൊണ്ട് അനാവശ്യമായ ഭയവും ശങ്കയും കുട്ടികളിൽ നിന്ന് നിശേഷം നമ്മൾ ഇല്ലാതാക്കണം. എന്നുവെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഭയപ്പാടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി അകറ്റുക. എന്ന് വെച്ചാൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. ക്ലാസ് റൂമിൽ വരുമ്പോൾ ടീച്ചേഴ്സിനെ ഭയന്നിട്ടോ മറ്റുള്ളവരെയൊക്കെ ഭയന്നിട്ടോ സംസാരിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, സർഗാത്മക വാസനകൾ നമ്മൾ മുരടിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പല കുട്ടികൾക്കും അനാവശ്യമായ ഭീതിയും തെറ്റിദ്ധാരണകളൊക്കെ വച്ച് പുലർത്തുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണ വച്ച് പുലർത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അവർക്ക് വളരെയധികം ഭയമായിരിക്കും. ഇത് മൗലികത വളർത്തിയെടുക്കണമെങ്കിൽ ഭയം ഒഴിവാക്കുക. മനസ്സിലാക്കുന്നില്ല? അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ സർഗാത്മക പ്രവൃത്തിയെയും തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അനാവശ്യ ഭയവും ശങ്കയും നിശേഷം ഇല്ലാതാക്കണം. ഇനി സർഗാത്മക ചിന്തനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലാസ് അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. ക്ലാസ് റൂമിലാണെങ്കിൽ കൂടി നമ്മൾ കൊടുക്കുന്ന ക്ലാസ് അന്തരീക്ഷം വളരെ പ്രാധാന്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി വിദ്യാലയ പ്രവർത്തനങ്ങൾ സർഗപരതയുടെ പ്രകടനത്തിന് അനുകൂലമാകണം, അല്ലേ? അതുപോലെ തന്നെ പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പഠിതാക്കൾക്ക് സർഗാത്മകത പ്രവർത്തനങ്ങൾക്ക് വ്യതിരിക്ത ചിന്തനത്തിനും മൗലിക പ്രതികരണങ്ങൾക്കും വേണ്ടത്ര സാധ്യമാകണം. അതായത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഗിൽഫോർഡിൻ്റെ തൻ്റെ തിയറിയിൽ കൂടി അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഡൈവേർജന്റ് തിങ്കിങ്ങിന് അഥവാ വ്യതിരിക്ത ചിന്തനത്തിന്
നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് വ്യതിരിക്ത ചിന്തനത്തിനോടൊപ്പം തന്നെ മൗലികമായ പ്രതികരണങ്ങൾക്ക്, സ്വാതന്ത്ര്യത്തിന് ഒക്കെയും പ്രാധാന്യം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരിൽ നിന്ന് സർഗാത്മകത ചിന്തനം വളർത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എന്താ വ്യതിരിക്ത ചിന്തനം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിരവധി സൊല്യൂഷൻസുകളുണ്ട്. അപ്പോൾ വിവിധ സൊല്യൂഷൻസുകളിൽ നിന്ന് ഞാൻ ഒന്ന് തിരഞ്ഞെടുക്കും. ഒരു സൊല്യൂഷൻ ഉള്ളെങ്കിൽ അതിനെ കൺവെർജൻറ്റ് തിങ്കിങ് ആണ് പറയുന്നത്. ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് വെച്ചാൽ വ്യതിരിക്തമായിട്ട് ഞാൻ ചിന്തിക്കും. വ്യത്യസ്ത മേഖലയിലൂടെ ചിന്തിച്ച് വിവിധ ഉത്തരങ്ങളിൽ നിന്നും വിവിധമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും ഒന്ന് ഞാൻ തിരഞ്ഞെടുക്കും. ഇതാണ് വ്യതിരിക്ത ചിന്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യാലയ പ്രവർത്തനങ്ങൾ സർഗപരതയുടെ പ്രകടനത്തിന് എപ്പോഴും അനുയോജ്യമായിരിക്കണം. നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിട്ടുള്ളത്. മനസ്സിലാവുന്നു? അപ്പോൾ ഇതിലൂടെ കുട്ടികളെ സർഗാത്മക ശേഷി വികസിപ്പിച്ചെടുക്കണം. എപ്പോഴും പ്രീവിയസ്ലി 3 പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും ഇടക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതാ? വ്യതിരിക്ത ചിന്തനം അഥവാ ഡൈവേർജന്റ് തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുത്ത ഒന്നാണ് എന്തെന്നറിയപ്പെടുന്നത്, നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ രൂപവൽക്കരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ എപ്പോഴും നമ്മൾ രൂപവൽക്കരിക്കുക. കുട്ടികളിൽ കഠിന പ്രയത്നം, അനുസ്യൂത പരിശ്രമം, സ്വയം പര്യാപ്തത, ആത്മവിശ്വാസം തുടങ്ങിയ ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ അച്ഛനമ്മമാരും അധ്യാപകനും എപ്പോഴും ശ്രദ്ധിക്കണം. തങ്ങൾ നിർമ്മിക്കുന്നതെന്നും തനിമയുള്ളതാകണമെന്ന ആഗ്രഹം, താൻ ക്രിയേറ്റീവ് ചെയ്തെടുക്കുന്ന, തൻ്റെ ഇന്നോവേറ്റീവ് ചെയ്തെടുക്കുന്ന എന്തൊരു പ്രോഡക്റ്റാണോ, ന്യൂ പ്രോഡക്റ്റുകളാണോ അതെല്ലാം എങ്ങനെയുള്ളതായിരിക്കണം. അതായത് ഇത്തരം പ്രോഡക്റ്റുകൾ നിർമ്മിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് അവൻ ചെയ്തു എന്ന് കരുതുക, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റോ വസ്തുവോ ഒരു ഐഡിയ പോലെ അവൻ സൃഷ്ടിച്ചെടുക്കുമെന്ന് കരുതുക. അപ്പോൾ ഇതെല്ലാം അവനിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. അല്ല അവനെ തളർത്തുവല്ല വേണ്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമുക്ക് ആരൊക്കെ പ്രാധാന്യം? അച്ഛനമ്മമാരും അധ്യാപകർ ഇതിന് വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തങ്ങൾ നിർമ്മിക്കുന്നത് എന്തും തനിമയുള്ളതാണ്. താൻ നിർമ്മിച്ചത്, ഒരു കുട്ടി ഇപ്പോൾ ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുവാണ്, അല്ലെ ഞാൻ പറഞ്ഞില്ല, അപ്പം ഇങ്ങനെ എന്ത് കൊണ്ടുവന്നാൽ ആശയത്തെ കൊണ്ടുവരുവാണ്, ഇങ്ങനെ എന്ത് കൊണ്ടുവന്നാലും നമ്മളവിടെ എങ്ങനെ മനസ്സിൽ നമ്മൾ അവനെ റെസ്പോണ്ട് കൊടുക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? വളരെ നന്നായിട്ടുണ്ട്, വളരെ തനിമയുള്ളതായിരിക്കണമെന്ന ആഗ്രഹം അവനിൽ നമ്മൾ വളർത്തിയെടുക്കണം. തങ്ങളുടെ സർഗപരത പ്രകടനത്തിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ ക്ഷമാപൂർവ്വം നേരിടുന്നതിനുള്ള ആ ഒരു പരിശീലനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കോ കോൺസെപ്റ്റോ ഐഡിയാസോ കൊണ്ടുവരുവാണ്, നമ്മൾ ചെയ്യുവാണൊക്കെ ചെയ്താൽ അത് പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം. അപ്പോൾ ചില കുട്ടികൾ ഈ ക്രിറ്റിസിസത്തിൽ അങ്ങ് എന്ത് ചെയ്യും? അവരുടെ മനസ്സങ്ങ് പതറും, അല്ലെങ്കിൽ തളരും. അപ്പോൾ അവർ മുന്നോട്ട് പോകാൻ അവർ തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഒരു കുഞ്ഞു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിയായിരിക്കുമ്പോൾ ക്ലാസ് റൂമിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും മറ്റുള്ള പിയർ ഗ്രൂപ്പിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഇത്തരത്തിലുള്ള ചില വിമർശനാത്മക ചിന്താരീതികൾ അവൻ്റെ മനസ്സിനെ വളരെ വലിയ തളർച്ച ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ നല്ല ശീലങ്ങൾ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഉപദേശിക്കുക. അവരൊക്കെ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ നൂതനമായിട്ട് എന്ത് കണ്ടെത്തിയാലും നമ്മൾ അതിലെന്ത് ചെയ്യുക? തനിമ കണ്ടെത്തണം. വളരെ നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഇനിയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ എങ്ങനെ മോട്ടിവേറ്റഡ് ചെയ്യുക, അല്ലേ? അതാണ് നമുക്ക് വേണ്ടില്ല. അതങ്ങനെ ഒരു പരിസ്ഥിതി ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ അവർ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, ഇപ്പോൾ ഈ വിമർശനങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടണം. അതിനെ വളരെ ക്ഷമാപൂർവ്വം നേരിടുന്നതിനുള്ള പരിശീലനം നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ് തലത്തിൽ തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം അടുത്തത്. സമൂഹത്തിൽ ലഭ്യമായ എല്ലാ വിഭവങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തുക. സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തുക. സർഗാത്മകത കലാകേന്ദ്രങ്ങളിൽ നിന്നും ശാസ്ത്ര വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്നും, മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലെ വിഭവങ്ങളെ സ്കൂൾ തലത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ സർഗാത്മക കലാകേന്ദ്രങ്ങളിൽ നിന്നും ശാസ്ത്ര വ്യാവസായിക സ്ഥാപനത്തിൽ നിന്നും പ്രചോദനം നേടാൻ കുട്ടികൾക്ക് പരമാവധി അവസരങ്ങൾ നമ്മൾ നൽകണം. ഇതിനും പുറമെ വലിയ വലിയ കലാകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, വ്യവസായികൾ തുടങ്ങിയവരൊക്കെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരിക, ക്ഷണിച്ചു വരുത്തുക, അവരെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തുക. അവരിലൂടെ ആ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കുട്ടികൾക്ക് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ലഭ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടിട്ടുള്ളത്. സോ
അപ്പോൾ സർഗാത്മകത എങ്ങനെ നമുക്ക് കുട്ടികളെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിൽ ഒരു നല്ല ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കുക. അപ്പോൾ അവരെ പോലെ ആകണം എന്നൊരു ചിന്ത, അവരുടെ പാത പിന്തുടരണം എന്നൊക്കെ ഒരു ചിന്ത കുട്ടികളിലേക്ക് വരാം. അപ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ലഭ്യമായ വിഭവങ്ങൾ, റിസോഴ്സുകൾ, ഇതൊക്കെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതിലൂടെ കുട്ടികൾക്ക് ആ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മക വാസനകളെ, കഴിവുകളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ട്, ആ കുട്ടികളിൽ എങ്ങനെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാം, സ്കൂൾ തലത്തിലും വിദ്യാലയ തലത്തിലും സമൂഹത്തിലെ വിഭവങ്ങളെ നമുക്ക് എങ്ങനെ പ്രയോജനം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനി ഒരു നല്ലൊരു കലാകാരനായിക്കൊള്ളട്ടെ, വിവിധ മേഖലയിലുള്ള കലാകാരന്മാരെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുക, അവരുടെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുക. ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് കുട്ടികളെ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. മനസ്സിലാവുന്നല്ലോ. ഇനി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സർഗപരത വളർത്തുന്നതിനുള്ള ആധുനിക രീതികൾ. ഇനി നമുക്ക് നോക്കേണ്ടിയിട്ടുള്ളത് സർഗപരത കുട്ടികളിലേക്ക് വളർത്തിയെടുക്കുന്ന പറഞ്ഞല്ലോ. വളരെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സർക്കാർ അനുഗ്രഹീതനായിട്ടുള്ള ചില കലാകാരന്മാരുടെ ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ചില കുട്ടികൾ സ്വയം തന്നെ അവനും കലാകാരനാകാം, മേ ബി. എന്നാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കൊടുക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങൾ കുട്ടികൾക്ക് അനുയോജ്യമായിരിക്കണം. അപ്പോൾ അതിലൂടെ അവർക്ക് സ്വയം ഈ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയും സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ്, ശ്രദ്ധിക്കുക, ഇത് നോക്കൂ, സർഗപരത വളർത്തുവാനുള്ള ആധുനിക രീതികൾ നമ്മൾ അവലംബിക്കുക. ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് ചില തന്ത്രങ്ങളും സാങ്കേതിക രീതികളും സർഗപരതയെ പ്രോത്സാഹിപ്പിക്കും എന്നാണ്. പല തന്ത്രങ്ങളിലൂടെ നമുക്ക് ഇതിലൂടെ എത്തിക്കാം. ഫോർ എക്സാമ്പിൾ ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ല, നിരവധി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പഠിച്ച്, റോൾ പ്ലേ നമ്മൾ പഠിച്ചു, റോൾ പ്ലേ തുടങ്ങിയ വഴി എന്തെയും സർഗശേഷി വികസിപ്പിക്കാം. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് റോൾ പ്ലേ ആണ് കേട്ടോ. റോൾ പ്ലേയിങ് വഴി ഞങ്ങൾ ടീച്ചിങ് മെത്തേഡ്സ് പഠിപ്പിച്ചല്ലോ. അവിടെ നമ്മൾ കണ്ടു, റോൾ പ്ലേ മെത്തേഡ് പഠിപ്പിച്ചു, കഥാകഥന രീതി പഠിപ്പിച്ചു. കഥാകഥന രീതിയും ഒക്കെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കാണും. ക്രിയേറ്റിവിറ്റി അഥവാ സർഗപരത വികസിപ്പിക്കുന്നതിന് ബ്രെയിൻ സ്റ്റോമിങ് വളരെ അനുയോജ്യമാണ്, അല്ലേ? കുട്ടികൾ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കൊണ്ട് വരുവാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് റോൾ പ്ലേ മെത്തേഡ്. അപ്പോൾ നമ്മൾ വിവിധ വേഷങ്ങളിലൂടെയാണല്ലോ നമ്മൾ അഭിനയിച്ച് കാണിക്കും. വിവിധ റോളുകൾ നമ്മൾ അഭിനയിച്ച് കാണിക്കുവാണ്. അപ്പോൾ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് അഭിനേതാവ് എന്ന് പറയുമ്പോൾ അവനൊരു നല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെ ബ്രെയിൻ സ്റ്റോമിങ്, റോൾ പ്ലേയിങ് തുടങ്ങിയ വഴി നമുക്ക് സർഗശേഷി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്സിലൂടെയാണ് കുട്ടികളുടെ സർഗശേഷി വികസിതമാക്കിയെടുക്കാൻ കഴിയുന്നതിന് അനുയോജ്യമായുള്ള രീതി ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് പറയാം, റോൾ പ്ലേയിങ് പറയാം. ഓക്കെ. ഇനി പ്രവർത്തന മാതൃകകൾ കാണിച്ചു കൊടുക്കുക. കുട്ടികളുടെ മുൻപിൽ അധ്യാപകൻ വിമർശനാത്മകവും സർഗാത്മകവുമായ വ്യവഹാരങ്ങൾക്ക് മാതൃകകളായി വർത്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വിമർശനാത്മക ചിന്തകളെ നേരിടുന്നതിനുള്ള പരിശീലനം കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്ന എന്തോ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ, ഒരു ഐഡിയ ആയിക്കൊള്ളട്ടെ, ആശയമായിക്കൊള്ളട്ടെ, എന്തോ ഇപ്പം ഞങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും എന്ന് വിചാരിച്ചാൽ അവിടെ നമ്മൾ വിമർശനത്തിന് വിധേയരാക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ പരമാവധി അവർക്ക് നമുക്ക് കൊടുക്കേണ്ടതില്ല അവരെ പോസിറ്റീവായിട്ടുള്ള ആ ഡയറക്ഷനിലേക്ക് നമ്മൾ എത്തിക്കണം. അല്ല നമ്മളെ പിന്തിരിപ്പിക്കുകയല്ല വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ അധ്യാപകർ ഈ ഒരു മാതൃകയാകണം. ഇങ്ങനെയൊക്കെ ആകണമെങ്കിലും ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ നന്നായിട്ടുണ്ട്, അതിനെന്നെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള പല വാക്യങ്ങളിലൂടെയും കുട്ടികളുടെ ആ ഒരു കൊണ്ടുവന്ന ഇന്നോവേറ്റീവായിട്ടുള്ള ആ ക്രിയേറ്റിവിറ്റി മീൻസിനെ നമുക്ക് പരിപോഷിച്ചെടുക്കുവാൻ കഴിയും. കുട്ടികളുടെ മുന്നിൽ ഇതിനൊക്കെ മാതൃകകളായിരിക്കില്ല. അല്ലാതെ നമ്മൾ അധ്യാപകർ പരിശീലിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ള ചെയ്യുന്നത്. അതിലും അപ്പുറം അധ്യാപകർ മാതൃകയാക്കി വർദ്ധിക്കണം. കാര്യം ഞങ്ങൾ ടീച്ചേഴ്സിനെ നമ്മൾ റോൾ മോഡൽസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ റോൾ മോഡൽസ് ആയിട്ട് കാണുന്നെങ്കിൽ അവരോരോ പ്രവൃത്തികൾ നമുക്ക് കാണിച്ചു തരണം. മനസ്സിലാവുന്നില്ല. അപ്പോൾ സർഗാത്മകമായ വ്യവഹാരങ്ങൾക്ക് മാതൃകകളായി വർദ്ധിക്കേണ്ടത് അധ്യാപകരാണ്. സോ അധ്യാപകർക്ക് സർഗപരതയും ഉത്സാഹവും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളും ആ മാതൃക പിന്തുടരും. ഒരു അധ്യാപകൻ, എൻ്റെ ക്ലാസ്സിലെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടീച്ചറിനെ കാണും. ടീച്ചർ അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. ടീച്ചർ നന്നായിട്ട് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ടീച്ചർ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നു, ടീച്ചർ കഥ എഴുതുന്നു. ഇതൊക്കെ എനിക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
അപ്പം ഞാൻ ഇല്ലാതെ ടീച്ചറിനെ പരിശീലിപ്പിച്ചെടുക്കല്ല, ടീച്ചർ അതിനൊരു മാതൃകയായിട്ട് വർദ്ധിക്കണം. അപ്പം ഞാനും ടീച്ചറിനെ പോലെ ഒന്ന് ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചാലോ, ഇല്ലെങ്കിൽ ഞാനൊരു കഥ എഴുതാൻ ശ്രമിച്ചാലോ ഇന്ന് കുട്ടികൾ ഈ ടീച്ചറിനെ കണ്ടിട്ട് വേണം പഠിക്കാൻ. അങ്ങനെ ടീച്ചേഴ്സ് മാതൃകയാകണില്ല. നമ്മളിപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഒന്ന് കാര്യം അറിയത്തില്ലെങ്കിൽ കുട്ടികളെ വെറുതെ അങ്ങ് പഠിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ അതിന് മാതൃകകളായി തീരണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇനി സർഗശേഷിയോട് ചില മെഷർമെൻറ്റുകളുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ കുട്ടികളെ ക്രിയേറ്റിവിറ്റി നമുക്ക് അളന്നെടുക്കാൻ കഴിയും, ഇതാണ് നമുക്ക് പഠിക്കേണ്ടിയിട്ടുള്ളത്. ഒന്ന്, സർഗശേഷി അളന്ന് നിർണ്ണയിക്കാൻ സഹായകമായ പല മാതൃകാ ശോധകങ്ങളും ഇന്ന് നിലവിലുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് അളക്കണമല്ലോ, ഇവന് എത്ര തലം വരെ ഇവൻ്റെ സർഗവാസനകളുണ്ട് എന്ന്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പിന്നെ അഭിരുചി പരീക്ഷകൾ നടത്തും, ബുദ്ധിമാപന പരീക്ഷകൾ നടത്തും, ഇല്ലെങ്കിൽ കുട്ടികളുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങളും കേസ് പഠനവും, അങ്ങനെ ഒത്തിരി അനുയോജ്യമുള്ള നിരവധി രീതികളൊക്കെ തന്നെ നമ്മൾ നടത്തും. അപ്പം അതുപോലെ പ്രാധാന്യമാണ് ഈ ക്രിയേറ്റിവിറ്റി മെഷർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി മാനകൃത ശോധകങ്ങൾ നമുക്ക് ടൂളുകളും ടെക്നിക്കുകളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലൊന്നാണ് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. എന്താണ് പഠിച്ച് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സുകൾ ഏതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ പിന്നെ അഭിരുചി പരീക്ഷകളെ അളക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രോജക്റ്റ് തന്ത്രങ്ങൾ ഏതൊക്കെയാണ്, പ്രക്ഷോഭണ തന്ത്രങ്ങൾ അല്ലാത്തത് ഏതാണ്, അഭിരുചി തന്ത്രങ്ങൾ അല്ലാത്തത് ഏതാണ്, ഇല്ലെങ്കിൽ സർഗാത്മകത അളക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂലി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മറന്ന് നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഏതാണ് മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്? എളുപ്പമാണ് പഠിക്കാൻ. ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ്. ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ് ആണ്. എന്താണ് ഗിൽഫോർഡ് ഡൈവർജന്റ് എന്ന് വായിക്കണം കേട്ടോ. ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ്. എന്താണ് ഗിൽഫോർഡ് ഡൈവർജന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വ്യതിരിക്ത ചിന്തനം. ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ്. നിങ്ങൾ വായിക്കുമ്പോൾ ഗിൽഫോർഡ് ഡൈവർജന്റ് എന്ന് വായിക്കണം. ഡൈ ആണ് കേട്ടോ, ഡൈവർജന്റ് തിങ്കിങ്. ഇനി വല്ലാഷ് ആൻഡ് കോഗൻ കോഗനാണ്. വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്. ദെൻ ഡോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഏതാണ് ഡോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്? ബേക്കർ മേദിസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ബേക്കർ മേദിസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതൊക്കെ മെയിൻലി ഈ ക്രിയേറ്റിവിറ്റി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള ശോധകങ്ങളാണ്. ഒന്നുകൂടെ മിനസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ്, വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്, ഡോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ബെക്കർ മേദിസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇവയൊക്കെ തന്നെ സർഗവാസനകളെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാനകൃത ശോധകങ്ങളാണ്. കുട്ടികളെ ഇത് വളരെ എടുത്ത് തന്നെ പഠിച്ചോണം. ഇനി സർഗപരത നിരവധി കഴിവുകളും വ്യക്തിത്വ സവിശേഷതകളും ഇണങ്ങിച്ചേരുന്ന ഒരു സംയുക്തമാണ് എന്ന് ഈ പഠനത്തിൽ നിന്ന് നമ്മൾ തെളിയിച്ചു അല്ലെ. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ക്രിയേറ്റിവിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് ഓൾ ആൻഡ് ഓൾ നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ള എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? സർഗപരത, നിരവധി കഴിവുകളും കുട്ടികളുടെ എബിലിറ്റീസാണ് അല്ലേ. അതുപോലെ തന്നെ വ്യക്തിത്വ സവിശേഷതകളും. എല്ലാ വ്യക്തികളും ക്രിയേറ്റിവിറ്റി കാണാൻ കഴിയും. നമുക്ക് ക്ലാസ്സിൽ ഒരു 35 സ്റ്റുഡൻ്റ് ഉണ്ട്. ഈ 35 സ്റ്റുഡൻറ്റിന് ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് എല്ലാ കുട്ടികളും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് ഇല്ല. ചിലരിൽ മാത്രം അതാ പറഞ്ഞ വ്യക്തിത്വ സവിശേഷതകൾ ക്രിയേറ്റിവിറ്റിക്ക് പ്രേരണയാകാറുണ്ട്. മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ക്രിയേറ്റീവാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശീലന മാതൃകകളും അനുയോജ്യമായിട്ടുള്ള ക്ലാസ് അന്തരീക്ഷവും മൗലികതയും അയവുള്ള പാഠ്യപദ്ധതിയും ഒക്കെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സർഗപരത നിരവധി കഴിവുകളും വ്യക്തിത്വ സവിശേഷതകളും ഇണങ്ങിച്ചേരുന്ന ഒരു സംയുക്തമാണ് എന്ന് നമുക്ക് ഈ ഒരു പഠനത്തിൽ നിന്നും മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസുകളെല്ലാം അങ്ങോട്ട് പരിചയപ്പെടാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ ബന്ധമുള്ളത് ഏതാണെന്ന് പഠിച്ചാൽ മാത്രമേ ബന്ധമില്ലാത്തത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഒന്ന് വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത, വ്യതിരിക്ത ചിന്ത, ഏകമുഖ ചിന്ത, ആശയസ്പഷ്ടത, പുതുമ, നവീനം.
എന്ന് വെച്ചാൽ പിന്നെ പുതുമയും നവീനം എന്ന് വെച്ചാൽ നോവലിറ്റി ആൻഡ് ഇന്നോവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് അങ്ങോട്ട് പഠിക്കുക. കാര്യം എന്താ, അതിൻ്റെ അകത്ത് നിന്ന് തന്നെ പല ലെവലിൽ ചോദിക്കാം. ഒന്ന്, ക്രിയേറ്റിവിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ വാചാലത, അയവുള്ള പ്രകൃതമാണ്, മൗലികതയാണ്. ഇതൊക്കെയാണ് വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ഇത് ബന്ധമുള്ളതാണ്. വ്യതിരിക്ത ചിന്തനം, ഏകമുഖ ചിന്തനം, ഡൈവർജന്റ് തിങ്കിങ്, കൺവർജന്റ് തിങ്കിങ് വരുമോ? പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏകമുഖ ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ് എന്തുമായിട്ട് ബന്ധമില്ല? സർഗപരതയുമായിട്ട് ഡയറക്ട്ലി ബന്ധമില്ല. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത്? ഓപ്ഷൻ സി. ചോദിച്ചിട്ടുള്ളതാണ് ഒത്തിരി തവണ. ദെൻ സിനാറ്റിക്സ് അഥവാ മസ്തിഷ്ക പ്രക്ഷാളനം, നാടകീകരണം എന്നീ തന്ത്രങ്ങൾ കുട്ടികളുടെ ഏത് കഴിവ് വർദ്ധിപ്പിക്കുന്നതിനാണ് അധ്യാപകർ ഉപയോഗിക്കുന്നത്? ശ്രദ്ധിക്കുക. സിനാറ്റിക്സ് എന്താണ് നമ്മളിപ്പോൾ പഠിക്കും. സിനാറ്റിക്സ്, അതുപോലെ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണ് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ്, പ്രഹേളനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് അതിൻ്റെ മലയാളമാണ് എഴുതിയിരിക്കുന്നത്. അത് അറിഞ്ഞുകൂടാത്ത ഒരു ഇംഗ്ലീഷിലോട്ട് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലത് മലയാളത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ യൂസസ് ദ സിനാറ്റിക്സ് ബ്രെയിൻ സ്റ്റോമിംഗ് ഡ്രാമറ്റൈസേഷൻ സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസിങ് വിച്ച് എബിലിറ്റി ഓഫ് ദ ചിൽഡ്രൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അതീത ചിന്ത, ബുദ്ധി, സർഗാത്മകത, അഭിരുചിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സർഗാത്മകതയെ പോലെ തന്നെ പ്രാധാന്യമാണ് കുട്ടികളെ അഭിരുചി. അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ സിനാറ്റിക്സും ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഡ്രാമറ്റൈസേഷൻ, ഇതൊക്കെ ഈ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുക. റോൾ പ്ലേ, ബ്രെയിൻ സ്റ്റോമിങ്, ഡ്രാമറ്റൈസേഷൻ, ഇതിലൂടെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏത് കോൺസെപ്റ്റാണ് കുട്ടികളെ? സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ് സർഗാത്മകത. ദെൻ വരുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ക്രിയേറ്റിവിറ്റി? കറക്റ്റ് ആയിട്ടുള്ളതല്ല. ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ക്രിയേറ്റിവിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതിനെ ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡൈവർജന്റ് തിങ്കിങ്. ഇത് കറക്റ്റ് ആണല്ലോ. ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സംതിങ് ന്യൂ ഇസ് ദ കറക്റ്റ്. ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് എ യൂണിവേഴ്സൽ. ക്രിയേറ്റിവിറ്റി ഈസ് റിക്വയർ ദ ഫ്രീഡം ഓഫ് തോട്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തുടക്കത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ക്രിയേറ്റിവിറ്റി ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന. ഒരു സാർവലൗകികമായിട്ടുള്ളൊരു ഫിനോമിന, പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത്. അവിടെ ജാതി, മത, വർണ്ണവർഗം അങ്ങനെയൊന്നുമില്ല. എവിടെയും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം. ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന. സോ അപ്പോൾ ഇവിടെ വരുന്ന ഏതാണ്? ക്രിയേറ്റിവിറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് എ യൂണിവേഴ്സൽ. ഇതൊരു പ്രാപഞ്ചികമായിട്ടുള്ളത് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി, ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് യൂണിവേഴ്സൽ. അപ്പോൾ നമ്മൾ ഇത് ഏത് സ്ട്രാറ്റജിയാണ് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധമില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നു. ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് യൂണിവേഴ്സൽ. കറക്റ്റ് ഓപ്ഷൻ സി. ഇനി നോക്കൂ കുട്ടികളെ, താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഘടകങ്ങൾ സർഗപരതയിൽ അന്തർഭവിച്ചിട്ടുണ്ടാകും? നിങ്ങൾക്ക് നമ്മളിതെല്ലാം പഠിച്ചതാണ് കേട്ടോ. വിശദീകരണം, പ്രവചനം, കണ്ടുപിടുത്തം. ഇത് മൂന്നും നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ചതാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഘടകങ്ങൾ സർഗപരതയിൽ അന്തർഭവിച്ചിട്ടുണ്ട്? വിശദീകരണം, പ്രവചനം, കണ്ടുപിടുത്തം. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടാണ്. ദെൻ ഇനി വസ്തുക്കളെ മനസ്സുകൊണ്ട് വേർതിരിച്ച ശേഷം അവയെ ഒത്തിണക്കി ഏതു തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഉൾക്കാഴ്ച നേടാൻ കഴിയുന്നൊരു രീതിയാണ് സിനാറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ പുതിയ പരിപോഷിപ്പിക്കുന്നതിനുള്ളൊരു നടപടിയാണ്, അല്ലെങ്കിൽ പുതിയ ഉൾക്കാഴ്ചയെ പരിപോഷിപ്പിക്കുന്നതിനുള്ളൊരു നടപടിയാണ് സിനാറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഈ സിനാറ്റിക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സൈനാറ്റിറ്റോക്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈനറ്റിക്സ് അല്ലെങ്കിൽ സിനാറ്റിക്സ് എന്ന പദത്തിന്റെ ഉത്ഭവം. ഇതിന്റെ അർത്ഥം എന്താ? ഇണക്കി ചേർക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. സൈനറ്റിക്സ് എന്താണ്? സൈനറ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് സൈനറ്റിക്സ് എന്ന പദത്തിന്റെ ഉത്ഭവം. അപ്പോൾ സൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് കുട്ടികളെ? വസ്തുക്കളെ മനസ്സുകൊണ്ട് വേർതിരിച്ച ശേഷം അവയെ ഒത്തിണക്കി ഏത് തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഉൾക്കാഴ്ച നേടാൻ സഹായിക്കുന്ന ഒരു പുതുമയുള്ള പുതിയ പരിപോഷണ രീതിയാണ്, ഒരു പുതിയ നടപടിയാണ്, ഇന്നവേറ്റീവ്
ആയിട്ടുള്ള ഒരു പരിപോഷണ രീതിയാണ്, നടപടിയാണ് സെനാറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെനറ്റിക്സ് അഥവാ സെനറ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഇണക്കി ചേർക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി സർഗപരിധിയെ പരിപോഷിക്കുന്നതിനുള്ള 3 നടപടികളുണ്ട്. അതിലൊന്നാണ് പാർശ്വസ്ഥ ചിന്തനം. എന്താണ് പാർശ്വസ്ഥ ചിന്തനം? സെനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നിവ. മറ്റുള്ള 2 നടപടികൾ വസ്തുക്കളെ വേർതിരിച്ച ശേഷം രൂപമാറ്റം വരുത്തി പ്രശ്ന നിർദ്ധാരണം ചെയ്യുന്ന പ്രക്രിയയാണ്. അതായത് എന്തെന്നാ പാർശ്വചിന്തനം. അതായത് മറ്റുള്ള 2 ചിന്തനമായ സെനറ്റിക്സും ബ്രെയിൻ സ്റ്റോമിങ്ങും അല്ലെ. അവിടെ വസ്തുക്കളെ വേർതിരിച്ച ശേഷം ഒരു രൂപമാറ്റം വരുത്തി പ്രശ്ന നിർദ്ധാരണം നടത്തുന്ന പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത്? പാർശ്വസ്ഥ ചിന്തനം എന്നറിയപ്പെടുന്നത്. 1967 എഡ്വേർഡ് ഡി ബോണോ എന്ന വ്യക്തിയാണ് ഈ പാർശ്വസ്ഥ ചിന്തനം എന്ന സംജ്ഞ രൂപപ്പെടുത്തിയെടുത്തത്. 1967 എഡ്വേർഡ് ഡി ബോണോ എന്ന വ്യക്തിയാണ് അപ്പൊ ഇതിനെ സർഗപരിധിയെ പരിപോഷിക്കുന്നുള്ള 3 രീതികൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കേണ്ടത്? അപ്പോൾ 1 പാർശ്വസ്ഥ ചിന്തനം, സെനാറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്. പാർശ്വസ്ഥ ചിന്തനം, സെനാറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നിവയാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെ നമ്മൾ സെനാറ്റിക്സ് എന്നറിയപ്പെടുന്ന രീതി കൊണ്ടുവന്നാരും നമ്മൾ നോക്കിയത് 1961 പ്രിൻസ്, ഗോർഡൻ എന്നിവർ ചേർന്നിട്ടാണ്. ശ്രദ്ധിക്കണം, 61 തന്നെയാണ് പ്രിൻസും ഗോർഡനും. നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? 1960 പാർശ്വസ്ഥ ചിന്തനം കൊണ്ടുവന്നത് 67 എഡ്വേർഡ് ഡി ബോണോയാണ്. 67 എഡ്വേർഡ് ഡി ബോണോ പാർശ്വസ്ഥ ചിന്തനം. 3 നടപടികളുണ്ട്: സെനാറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിങ്, പാർശ്വസ്ഥ ചിന്തനം. ഇതിൽ പാർശ്വസ്ഥ ചിന്തനം 67 എഡ്വേർഡ് ഡി ബോണോയാണ് കൊണ്ടുവന്നത്. ആരാണ്? എഡ്വേർഡ് ഡി ബോണോയാണ് പാർശ്വസ്ഥ ചിന്തനം കൊണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. അപ്പൊ സർഗപരിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 3 നടപടികളാണ് ബ്രെയിൻ സ്റ്റോമിങ്, സെനാറ്റിക്സ്, പിന്നെ പാർശ്വസ്ഥ ചിന്തനം. ഇതിൽ പാർശ്വസ്ഥ ചിന്തനം കൊണ്ടുവന്നത് 1967 എഡ്വേർഡ് ഡി ബോണോയാണ്. എന്നാൽ സെനാറ്റിക്സ് എന്നറിയപ്പെടുന്ന രീതി കൊണ്ടുവന്നത് ആരാണ്? 1961 പ്രിൻസ്, ഗോർഡൻ എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു പദമാണ് സെനാറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? പഠിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയാണ്. സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ചില തന്ത്രങ്ങളുണ്ടല്ലോ നമ്മൾ പഠിച്ച ആ തന്ത്രങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചെടുക്കേണ്ടതാണ്. അത് കാര്യം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വ്യതിരിക്ത ചിന്തനം ചോദിച്ചിട്ടുള്ളതാണ്. സെനാറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിങ്, റോൾ പ്ലേയിങ്, ഡ്രാമറ്റൈസേഷൻ ഇതെല്ലാം സർഗാത്മകത വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികളാണ്. പിന്നെ അതുപോലെ തന്നെ മിനസോട്ട ടെസ്റ്റ് ഓഫ് കൺവെർജന്റ് തിങ്കിങ്, ഗിൽഫോർഡ് ഡൈവർജന്റ് തിങ്കിങ് തന്നെ പഠിക്കണം. ഡൈവർജന്റ് വ്യതിരിക്ത ചിന്തനം. ഏകമുഖ ചിന്തനം കൺവെർജന്റ് തിങ്കിങ് അല്ല, ഡൈവർജന്റ് തിങ്കിങ് ആണ് സർഗശേഷി വളർത്തുന്നതിനുള്ളത്. അപ്പൊ എന്താണ് വ്യതിരിക്ത ചിന്തനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. വിവിധ തലങ്ങളിലൂടെ അന്വേഷിച്ച് ഒരു പ്രശ്നത്തിന് പ്രോബ്ലം കണ്ടെത്തുന്നതിനുള്ള ചിന്തന രീതിയാണ് ഡൈവർജന്റ് തിങ്കിങ് എന്നറിയപ്പെടുന്നത്. ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, മല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്, ബേക്കർ മോദിസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. പിന്നെ അപ്പോൾ ടോട്ടാലിറ്റി നമുക്ക് മനസ്സിലാക്കി സർഗാത്മകത എന്ന് പറയുന്നത് നിരവധി കഴിവുകളും വ്യക്തിത്വ സവിശേഷതകളും ഇണക്കി ചേർന്നൊരു സംയുക്തമാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഏതൊക്കെയാണ് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ എക്സാമിനേഷനും സർഗാത്മക ശേഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് വരും. അത് എല്ലാ ടൈമിലും ചോദിക്കുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ചിലപ്പോഴൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരും, ചിലപ്പോഴതും തികച്ചും ഡയറക്റ്റ് ആയിട്ട് തീരെ വരണം എന്നുമില്ല. അപ്പോൾ അതിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൊതുവിൽ എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ലെവൽസിലുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എന്താണ് സർഗാത്മക ശേഷി എന്ന് വ്യക്തമായിട്ട് അങ്ങ് പഠിക്കുക. അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതാണ് രീതി. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വസ്തുക്കളെ മനസ്സുകൊണ്ട് വേർതിരിച്ച ശേഷം അവയെ ഒത്തിണക്കി ഏത് തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഉൾക്കാഴ്ച നേടുന്ന രീതി ഏതാണ്? സെനാറ്റിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയാണ്, സർഗാത്മക ശേഷിയാണ്. സോ ഇത്രയും ഭാഗങ്ങൾ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.
സോ അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.